SSLC രസതന്ത്രത്തിന് ഈസിയായി A+ നേടുവാൻ ഉപകാരപ്രദമാകുന്ന ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ചോദ്യം, അയണിന്റെ ഓർ അയിര് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഇതിൽ ആൻസർ ഹേമറ്റൈറ്റ് ആണ്. അതുപോലെ PV ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, PV ഒരു സ്ഥിരസംഖ്യ, ഇത് ഏത് ലോയുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ബോയിൽസ് ലോയുമായിട്ടും V/T ഈസ് ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ, ഇത് ചാൾസ് ലോയുമായിട്ടും ബന്ധപ്പെടുന്നു. 6.02 × 10⁻23 വിളിക്കുന്ന പേര് അവഗാഡ്രോ നമ്പർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 8 to 10% എഥനോൾ സൊല്യൂഷനെ, എഥനോൾ ലൈനിയെ വിളിക്കുന്ന പേരെന്താണ്? വാഷ് എന്ന പേരിലാണ് ഈ പദാർത്ഥം അറിയപ്പെടുന്നത്. ബൈ പ്രോഡക്റ്റ് ഓഫ് സോപ്പ്, സോപ്പിന്റെ ഉപ ഉൽപ്പന്നം എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥമാണ് ഗ്ലിസറോൾ ആണ് ആൻസർ. ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടും. എന്നാൽ ഗ്രൂപ്പ് 2 അറിയപ്പെടുന്ന പേര് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, എൽ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. അവിടെ ഇക്വേഷൻ, അവയെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n² എന്നുള്ള ഇക്വേഷൻ വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത 3 സബ്ഷെല്ലുകൾ തന്നിരിക്കുന്നു. ഇവിടുത്തെ എനർജി, ഊർജത്തിന്റെ കുറഞ്ഞതിൽ നിന്ന് കൂടുതലേക്കുള്ള ഓർഡർ ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ എനർജി ഏറ്റവും കൂടിയത് ആരാണ്, ഏറ്റവും കുറഞ്ഞത് ആരാണ് എന്നുള്ള ചോദ്യവും വരാം. അത് ഓർഡർ തന്നിട്ടുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യനായി തന്നിരിക്കുന്നത് 32 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് 1 GMM ആണ് എങ്കിൽ 32 ഗ്രാം ഓക്സിജനിൽ എത്ര എണ്ണം GAM ഉണ്ടാകും, ഗ്രാം അറ്റോമിക് മാസ് ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടുത്തെ ആൻസർ 2 ആണ്. അടുത്തത്, ആനോഡ്, ഗാൽവാനിക് സെല്ലിൽ ആനോഡിന്റെ ചാർജ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. ഗാൽവാനിക് സെല്ലിൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൽ ആനോഡ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അടുത്തത്, അലോയി, അതായത് ലോകസങ്കരമായ അൽനിക്കോയിലെ 3 എലമെന്റുകളുടെ പേര് തന്നിരിക്കുന്നു. 4ാമത്തെ എലമെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആൻസർ കൊബാൾട്ട് ആണ് ആൻസർ ആയി വരുന്നത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഗാങ് അസിഡിക് ആണ് എങ്കിൽ ഫ്ലെക്സിന്റെ നേച്ചർ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഫ്ലെക്സ് ബേസിക് നേച്ചർ, ബേസിക് സ്വഭാവം ഉള്ള പദാർത്ഥമായിരിക്കും. 8ാമത്തെ ക്വസ്റ്റ്യൻ, അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ വിളിക്കുന്ന പേര്, വ്യാവസായിക നിർമ്മാണത്തെ വിളിക്കുന്ന പേര് ഹേബർ പ്രോസസ് അഥവാ ഹേബർ പ്രക്രിയ എന്നാണ്. എങ്കിൽ സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ വിളിക്കുന്ന പേര് കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അലൂമിനിയത്തിന്റെയും കൂടെ നോക്കിക്കോണം, ഹാൾ ഹെറാൾഡ് പ്രോസസ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഹൈഡ്രോ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി പകരം കൊടുക്കുന്ന ആറ്റത്തെയോ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയോ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന പേരിലാണ് അവയെ വിളിക്കപ്പെടുന്നത്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, സബ്ഷെൽ ഓഫ് എവരി ഷെൽ, എല്ലാ ഷെല്ലുകളുടെയും സബ്ഷെൽ എന്നറിയപ്പെടുന്നത് എസിനെയാണ്. എസ് പി ബ്ലോക്ക് മൂലകങ്ങൾ, അതായത് 1, 2 ഗ്രൂപ്പ് 13 to 18 വിളിക്കുന്ന പേര് റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അഥവാ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണ്. എന്നാൽ ഡി ബ്ലോക്കിനെ ഏത് പേരിൽ അറിയപ്പെടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ട്രാൻസിഷൻ എലമെന്റ്സ് അഥവാ സംക്രമണ മൂലകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, 1 മോളിന്റെ വോളിയം എല്ലായ്പ്പോഴും എത്രയാണ് എന്ന് ചോദിക്കാം. 1 മോളിന്റെ വ്യാപ്തം 22.4 ആണ്. ഇതിനെ വിളിക്കുന്ന പേര് മോളാർ വോളിയം അഥവാ മോളാർ വ്യാപ്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഗാൽവാനിക് സെല്ലിൽ ന്യൂട്രാലിറ്റി നിലനിർത്തുന്ന ഭാഗം ഏതാണെന്ന് ചോദിക്കാം. സോൾട്ട് ബ്രിഡ്ജ് ആണ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, അലൂമിനിയം ഹൈഡ്രോക്സൈഡിൽ നിന്നും വേർതിരിയുന്ന പദാർത്ഥം ചോദിക്കാം. Al2O3, ഈക്വേഷൻ നോക്കിക്കോളാം, ഇമ്പോർട്ടന്റ് ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമോണിയയുടെ നിർമ്മാണത്തിലെ ഡ്രൈയിങ് ഏജന്റ്, ശോഷകാരകം CaO ആണ്. എന്നാൽ ക്ലോറിൻ, SO2, സൾഫർ ഡയോക്സൈഡ്, HCl എന്നിവയുടെ നിർമ്മാണത്തിൽ ഇത് ഏതെങ്കിലും ഒന്നിന്റെ ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഡ്രൈയിങ് ഏജന്റ് അതായത് ദോഷകാരകം ആരാണെന്ന് ചോദിക്കും. H2SO4 ആണ് ഉപയോഗിക്കുന്നത്. അമോണിയയുടെ നിർമ്മാണത്തിൽ ഇതിനെ ഉപയോഗിക്കാത്തതിന്റെ കാരണം അമോണിയ ബേസിക് സ്വഭാവവും H2SO4 അസിഡിക് നേച്ചറും ഉള്ള പദാർത്ഥം ആയതിനാലാണ് ഉപയോഗിക്കാത്തത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, 5 മുതൽ 8% വരെ വീര്യമുള്ള എഥനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? വിനഗർ, വിനാഗിരി എന്ന പേരിലാണ് ഈ പദാർത്ഥം അറിയപ്പെടുന്നത്.
എസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് എസ്റ്ററിനോടൊപ്പം ഉണ്ടാകുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിക്കാം. H2O ആണ് എസ്റ്ററിനോടൊപ്പം ഉണ്ടാകുന്ന പദാർത്ഥം. വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആംശിക സ്വേദനത്തിന് വിധേയമാക്കുമ്പോൾ ലഭിക്കുന്ന 95.6% വീര്യമുള്ള എഥനോൾ ലായനിയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ചോദിക്കും. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന പേരിലാണ് ഈ പദാർത്ഥം അറിയപ്പെടുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, മെഥനോൾ എന്ന വിഷം എഥനോളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പദാർത്ഥത്തെ വിളിക്കുന്ന പേര് പറയാം. ഡിനേറ്റഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന പേരിലാണ് ഈ പദാർത്ഥം അറിയപ്പെടുന്നത്. പോയിസണസ് സബ്സ്റ്റൻസ് മെഥനോൾ ഈസ് ആഡഡ് ടു എഥനോൾ ടു ഗെറ്റ് ഡിനേറ്റഡ് സ്പിരിറ്റ് ഓർ മെഥിലേറ്റഡ് സ്പിരിറ്റ്. 99% വീര്യമുള്ള എഥനോൾ ലായനി അല്ലെങ്കിൽ 99 വീര്യമുള്ള എഥനോൾ ലായനിയെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിക്കാം. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ വീര്യം എന്ന് പറയുന്നത് 99% മുകളിൽ ആയിരിക്കും. അടുത്തത്, അബ്സല്യൂട്ട് ആൽക്കഹോളിലേക്ക് ഏത് പദാർത്ഥം ആഡ് ചെയ്യുമ്പോഴാണ് പവർ ആൽക്കഹോൾ ഉണ്ടാകുന്നതെന്ന് ചോദിക്കാം. പെട്രോൾ ആഡ് ചെയ്താണ് പവർ ആൽക്കഹോൾ ഫോം ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൽക്കെയിൻ, ആൽക്കീൻ, അനാൽക്കൈൻ ഇതിലേതെങ്കിലും ഒന്നിന്റെ ജനറൽ ഫോമിൽ ചോദിക്കാം. CnH2n+2 ആണ് ആൽക്കെയിൻ്റെത്, CnH2n ആണ് ആൽക്കീനിൻ്റെത്, CnH2n-2 ആണ് ആൽക്കൈൻ്റെത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 2, 3, 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, A, B എന്നിങ്ങനെ 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏത് എന്നുള്ളതാണ്, അതിന്റെ റീസൺ എന്താണെന്നുള്ളതാണ് ആദ്യ ക്വസ്റ്റ്യൻ. ഇതിൽ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. കാരണം D5 D4നേക്കാൾ സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പം എസിൽ നിന്നൊരു ഇലക്ട്രോണിനൊക്കെ ഇളവെടുത്തുകൊണ്ട് D5 ആയി സ്റ്റേബിൾ ആയി മാറുന്നു. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, X അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലില് 3 ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ 3 ഷെല്ലുകളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഷെല്ലുകളുടെ എണ്ണം 3 ആണ് എങ്കിൽ അത് Kയും Lഉം M ആണെന്ന് നമുക്കറിയാം. ഔട്ടർമോസ്റ്റ് 3 ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തതിൽ 3 ആണ്. അപ്പം 3 ഇലക്ട്രോൺ ഏറ്റവും പുറത്തതിൽ വരുമ്പോൾ 3 ഷെല്ലുകൾ 2, 8, 3 ആണ്. അതിൽ നിന്ന് ബാക്കി ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ ചോദ്യം, ഒരു എലമെന്റ് 16ാം ഗ്രൂപ്പിലും മറ്റൊരു എലമെന്റ് 1ാം ഗ്രൂപ്പിലുമാണ് എങ്കിൽ ഇതിന്റെ ഈ 2 എലമെന്റ് കമ്പൈൻ ചെയ്താൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും SSLC എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇത് കണ്ടുപിടിക്കുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, 2 എലമെന്റിന്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച് അതിൽ നിന്ന് നമുക്ക് ചാർജ് കണ്ടുപിടിക്കാവുന്നതാണ്. ചാർജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഉള്ള എലമെന്റിനെ വേണം ആദ്യം എഴുതാൻ. അതായത് പ്ലസ് ചാർജ് വന്ന എലമെന്റിനെ ആദ്യവും മൈനസ് ചാർജ് വന്ന എലമെന്റിനെ രണ്ടാമതും എഴുതണം. എന്നിട്ട് വാലൻസി സംയോജകത ക്രോസ് ചെയ്യണം. വെട്ടിച്ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടിച്ചെറുതാക്കുക. ഇത്രയുമാണ് അവിടെ ചെയ്യുവാനുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, എസ് ഡി ബ്ലോക്കിന്റെ പ്രത്യേകതകളാണ്. എസ് ബ്ലോക്കിന്റെയും ഡി ബ്ലോക്കിന്റെയും പ്രത്യേകതകൾ കൃത്യമായി പഠിക്കുക. ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ അതിനോടൊപ്പം 2 ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ടാണ് വ്യത്യസ്ത നിറമുള്ള സംയുക്തങ്ങൾ ഡി ബ്ലോക്കിൽ ഫോം ചെയ്യുന്നതെന്ന് ചോദിക്കാം. ട്രാൻസിഷൻ മെറ്റൽ അയോൺസിന്റെ പ്രസൻസ്, സംക്രമണ മൂലക അയോണുകളുടെ സാന്നിധ്യമാണ് വ്യത്യസ്ത നിറത്തിന് കാരണം. അതുപോലെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഡിഫറന്റ് ഓക്സിഡേറ്റീവ് സ്റ്റേറ്റ് ഉണ്ടാവുന്നതെന്ന് ചോദിക്കാം. The energy level difference between the outermost S and the nearest D is very small. So, S and D also takes part in chemical reaction. S ഉം D യും തമ്മിലുള്ള ഊർജ്ജനില വ്യത്യാസം കുറവായതുകൊണ്ട് എസിനോടൊപ്പം D കൂടി കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 3H2O എന്ന് പറയുന്നതിൽ എത്ര മോൾ ഉണ്ട്, എത്ര GMM ഉണ്ട്, എത്ര ഗ്രാം ഉണ്ട്? മോൾ എണ്ണം 3 ആണ്. 3H2O എന്ന് പറഞ്ഞാൽ 3 മോൾ H2O എന്നാണ്. അപ്പോൾ GMMകളുടെ എണ്ണവും 3 തന്നെയാണ്. എത്ര ഗ്രാം ആണെന്ന് ചോദിച്ചാൽ അത് 3 ഇൻറ്റു ഗ്രാം ആവുമ്പോൾ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മോൾ ഇൻറ്റു GMM ആണ്. മോള് 3, H2O GMM 18, അപ്പൊ 54 ഗ്രാം വരും. ആറാമത്തെ ക്വസ്റ്റ്യൻ, സോപ്പും ഡിറ്റർജന്റ്. പുസ്തകത്തിന്റെ ലാസ്റ്റ് പേജ് അത് കൃത്യമായി പഠിക്കുക. സോപ്പും ഡിറ്റർജന്റും തമ്മിലുള്ള വ്യത്യാസം, ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിനുള്ള മേന്മ, ഇതെല്ലാം കൃത്യമായി പഠിക്കുക. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഗാൽവാനിക് സെൽ ആൻഡ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം. ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവ് ആണ്,
ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവ് ആണ്. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ഗാൽവാനിക് സെല്ലിൽ. എന്നാൽ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ വൈദ്യുതശ്ലേഷണ സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. എയറിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് ഓക്സൈഡ് ആക്കി മാറ്റുന്നത് റോസ്റ്റിംഗും, എയറിന്റെ ആസൻസിൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കി ഓക്സൈഡ് ആക്കി മാറ്റുന്നത് കാൽസിനേഷനുമാണ്. അലൂമിനിയം നിർമ്മാണത്തിലെ 2 ക്വസ്റ്റ്യൻസ്, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായി പഠിക്കണം. പർപ്പസ് ഓഫ് ക്രയോലൈറ്റ്, എന്തിനാണ് സെല്ലിലേക്ക് ക്രയോലൈറ്റ് ചേർക്കുന്നതെന്ന് ചോദിക്കാം. അലൂമിനിയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന അലൂമിനിയം ഉരുകുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള പദാർത്ഥമാണ്. എന്നാൽ ക്രയോലൈറ്റ് വേഗത്തിൽ ഉരുകുന്ന പദാർത്ഥമാണ്. അതുകൊണ്ട് ക്രയോലൈറ്റ് ചേർത്താണ് അവിടെ ഉരുക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ കാർബൺ റോഡ് എന്തിനാണ് റീപ്ലേസ് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് എന്തിനു വേണ്ടി മാറ്റുന്നു എന്ന് ചോദിക്കാം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കാർബൺ റോഡ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് റോഡ് നശിച്ചു പോകുന്നതാണ് കാരണം. അവിടുത്തെ പ്രവർത്തന സമവാക്യവും നോക്കിക്കോണം. C+O2 gives CO2 ആണ് പ്രവർത്തന ഇക്വേഷൻ എന്ന് പറയുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഷുഗറിൽ നിന്ന് എഥനോൾ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ്, മൊളാസസിൽ നിന്ന് എഥനോൾ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ്. ആ ഇക്വേഷൻ കൃത്യമായി പഠിക്കണം. അവിടുത്തെ എൻസൈമുകളുടെ പേര് ഇൻവെർട്ടേഴ്സും സൈമേഴ്സുമാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ചെയിൻ തന്നിരിക്കുന്നു, അതിന്റെ ഒരു പൊസിഷൻ ഐസോമറും ഫങ്ഷണൽ ഐസോമറും എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. പൊസിഷൻ ഐസോമർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ വരും, പൊസിഷൻ മാറ്റിയാൽ മതി. ആദ്യ ചെയിനിൽ രണ്ടാമത്തേതിലാണ് OH, അപ്പോൾ രണ്ടാമത്തിൽ നിന്ന് മാറ്റി ഒന്നാമത്തേലേക്ക് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഫങ്ഷണൽ ഐസോമർ എഴുതുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറണം. ആദ്യത്തേൽ OH ആയതുകൊണ്ട് രണ്ടാമത്തേൽ ഫങ്ഷണൽ ഗ്രൂപ്പായി O കൊടുക്കുക. അപ്പോൾ O ഇടയ്ക്കാണ് വരുന്നത് എന്നുള്ളതേ ഉള്ളൂ അവിടെ ശ്രദ്ധിക്കാനുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് ബേരിയം സൾഫേറ്റും NaCl ഉണ്ടാകുന്ന പ്രവർത്തനമാണ്. അതായത് സൾഫേറ്റിന്റെ ടെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 4 ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. സൾഫേറ്റിന്റെ പ്രസൻസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? പ്രോഡക്റ്റിൽ നിറമില്ലാത്ത പദാർത്ഥം ആയിട്ട് കിട്ടുന്നത് ഏതാണ്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വെളുത്ത അവശുപ്തം ഉണ്ടാകുന്ന പദാർത്ഥം ഏതാണ്? അതുപോലെ തന്നെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് സൾഫേറ്റ് ആണെന്ന് കൺഫേം ചെയ്യാൻ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? 4 ക്വസ്റ്റ്യൻസും കൃത്യമായ ആൻസർ വ്യക്തമായി പഠിക്കേണ്ടതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, അമോണിയം ക്ലോറൈഡിന്റെ ഡീകമ്പോസിഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അത് 2 രീതിയിലും തിരിച്ചും മറിച്ചും ചോദിക്കാം. NH3 HCl-ലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം, അതുപോലെ NH4Cl ഡീകമ്പോസിഷൻ വിഘടനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം. NH4Cl ഉണ്ടായത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? തിക്ക് വൈറ്റ് ഫ്യൂംസ്, വെളുത്ത കട്ടിയുള്ള പുകയുണ്ടാകുന്നു. ഇത്രയുമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, കാർബൺ H2SO4-ഉമായിട്ടുള്ള പ്രവർത്തനം, അതായത് അവിടെ ഓക്സിഡൈസിങ് നേച്ചർ ആണ് നമ്മൾക്ക് ആ ഇക്വേഷനിലൂടെ കാട്ടിത്തരുന്നത്. കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അഭികാരകത്തിൽ റിയാക്ടന്റിൽ 0യും പ്രോഡക്റ്റിൽ വരുമ്പോൾ ഉൽപ്പന്നത്തിൽ 4+ഉമാണ്. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കൂടി, അപ്പം അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് കാർബണിനാണ്. ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് H2SO4 ആണ്. ഓക്സികാരിയായി പ്രവർത്തിക്കുന്നത് H2SO4-ഉമാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചസാരയും ഗ്ലൂക്കോസും H2SO4-ഉമായുള്ള പ്രവർത്തനമാണ് തന്നിരിക്കുന്നത്. അതായത് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്, അതായത് നിർജ്ജലീകരണം എന്ന് പറയുന്ന പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന പദാർത്ഥം എന്ന് പറയുന്നത് കാർബൺ ആണ്. 2 ഇക്വേഷനും ശ്രദ്ധിക്കുക. കാർബണുകളുടെ എണ്ണം കൃത്യമായി നോക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, ലിക്വർ അമോണിയയും ലിക്വിഡ് അമോണിയയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയ, അമോണിയയുടെ ജലീയ ലായനിയെ വിളിക്കുന്ന പേരാണ് ലിക്വർ അമോണിയ. ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത് അമോണിയ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ് ബൈ അപ്ലൈ ഹൈ പ്രഷർ. ഉന്നത മർദ്ദം കൊടുത്ത് അമോണിയ വാതക രൂപത്തിലുള്ള അമോണിയയെ ദ്രാവക രൂപത്തിലേക്ക് ആക്കുന്നതാണ് ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അവിടെ 2 റിയാക്ഷനും നടന്നിരിക്കുന്നത് ക്ലോറിനുമായിട്ടാണ്. എക്സും വൈയും കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, 1ാമത്തെ ക്വസ്റ്റ്യനിൽ സിംഗിൾ ബോണ്ട് ഹൈഡ്രോ കാർബൺ ക്ലോറിനുമായാണ്. 2ാമത്തെ ക്വസ്റ്റ്യനിൽ ഡബിൾ ബോണ്ട് ഹൈഡ്രോ കാർബൺ ആണ് ക്ലോറിനുമായി പ്രവർത്തിച്ചിരിക്കുന്നത്. തിരിച്ചറിയുക, സിംഗിൾ ബോണ്ട് പ്രവർത്തിക്കുന്നത് അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആദേശരാസ പ്രവർത്തനവും, ഡബിൾ ബോണ്ട് അഡിഷൻ റിയാക്ഷനുമാണെന്ന് തിരിച്ചറിയൂ. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനമാണ്. ആ 4 ടെസ്റ്റ് ട്യൂബുകൾ, അതിലെ എലമെന്റുകൾ കൃത്യമായി ശ്രദ്ധിച്ചു പഠിക്കുക. ആ ഇക്വേഷൻസ് കൃത്യമായി ശ്രദ്ധിക്കുക. അത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോപോസിറ്റിവിറ്റി കുറഞ്ഞ ആള് സൊല്യൂഷനിലും കൂടിയ ആള് റോഡിലുമാണ് വരേണ്ടത്. കുറഞ്ഞ ആള് സൊല്യൂഷനിൽ വന്നെങ്കിൽ മാത്രമേ
അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആദേശ രാസപ്രവർത്തനം നടക്കുകയുള്ളൂ. 19ാമത്തെ ക്വസ്റ്റ്യൻ ഗാൽവാനിക് സെൽ അഥവാ ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. അവിടെ പ്രധാനമായിട്ട് MgCu സെല്ല് അതുപോലെ SnCu സെല്ല് കൃത്യമായി ശ്രദ്ധിച്ച് വരയ്ക്കാൻ പഠിക്കുക. ആർക്ക് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കുക, ആൻസർ നോക്കി വ്യക്തമായി മനസ്സിലാക്കുക. അവിടെ അടുത്ത 2 ക്വസ്റ്റ്യൻ നോക്കേണ്ടത് സാൾട്ട് ബ്രിഡ്ജിന്റെ പർപ്പസ് എന്താണെന്നാണ്. ടു മെയിൻറ്റെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താനാണ് സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഗാൽവാനിക് സെല്ലിൽ വോൾട്ട്മീറ്ററിന്റെ താഴെയായി വരച്ചിരിക്കുന്ന ആ ആരോ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കാം. അത് ഇലക്ട്രോൺ ഫ്ലോയെ, ഇലക്ട്രോണിന്റെ ഒഴുക്കിനെ സൂചിപ്പിക്കുന്നതാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ അമോണിയയുടെ ലാബിലെ നിർമ്മാണമാണ്. അതിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇക്വേഷനിൽ ഡാഷ് ഇട്ട് ഫില്ല് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ ആ ചിത്രം ശ്രദ്ധിക്കുക. ABC തന്ന് എയും ബിയും സിയും എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ കൃത്യമായി അത് നോക്കി മനസ്സിലാക്കുക. അമോണിയ കളക്ട് ചെയ്യുന്ന ജാർ എന്തിനാണ് തരംതിരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാം. അവിടെ ആൻസർ ഡെൻസിറ്റി ഓഫ് അമോണിയ ഈസ് ലെസർ ദാൻ എയർ ആണ്. അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് ജാറ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൂടി ശ്രദ്ധിക്കുക. 21ാമത്തെ ക്വസ്റ്റ്യൻ പിയും വിയും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് ബോയ്ൽസ് ലോ ആണ് അവിടെ വരുന്നത്. അവിടെ ആ ടേബിൾ ശ്രദ്ധിക്കുക. പിയും വിയും എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതായത് വിപരീത അനുപാതമായിരിക്കും. ഒന്ന് കൂടിയാൽ മറ്റേത് കുറയുകയുള്ളൂ, ഒന്ന് കുറഞ്ഞാൽ മറ്റേത് കൂടും. ടേബിൾ ശ്രദ്ധിക്കുക, ചോദിക്കുന്നതാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ വിയും ടിയും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പോൾ ചാൾസ് ലോ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. ഒന്ന് കുറഞ്ഞ, അതായത് വി കുറഞ്ഞാൽ ടിയും കുറയും, വി കൂടിയാൽ ടിയും കൂടും. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. 23ാമത്തെ ക്വസ്റ്റ്യൻ PB, ZnCO3, Zn, SnO2 ഈ പദാർത്ഥങ്ങളിലൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ആ ടേബിളും ശ്രദ്ധിച്ച് പഠിക്കും. 24ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിന് വരെ SSLC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിരിക്കുന്നു. ഇതിൽ ഇനർട്ട് ഗ്യാസ് ഏതാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അലസവാതകം ഏതാണ്? 18ാം ഗ്രൂപ്പ് ഏതാണ്? 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നോക്കിയാൽ മതി. അടുത്ത ട്രാൻസിഷൻ എലമെന്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് 3 മുതൽ 12 വരെ ഗ്രൂപ്പിൽ വരുന്നത് ഏതാണെന്ന് അറിയാൻ വേണ്ടി ആ 4 ഗ്രൂപ്പ് കണ്ടുപിടിച്ചാൽ ആൻസർ കിട്ടും. അടുത്ത ഹൈ ഇലക്ട്രോപോസിറ്റിവിറ്റി ഉള്ളത് ഏതിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇലക്ട്രോപോസിറ്റിവിറ്റി ഏറ്റവും കൂടിയത് 1ാം ഗ്രൂപ്പിലായതിനാൽ 1ാം ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ 2ാം ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമുക്ക് 1ാം ഗ്രൂപ്പിൽ A 1ാം ഗ്രൂപ്പിലാണ്, അതാണ് ആൻസർ. അതുപോലെ ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറയുമ്പോൾ 17ാം ഗ്രൂപ്പിലെ എലമെന്റ്, അതായത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ഫ്ലൂറിനാണ്. അത് 17ാം ഗ്രൂപ്പിലാണ്. അപ്പൊ തന്നിരിക്കുന്ന ടേബിളിൽ 17ാം ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അത് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കുക. 25ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 4 എലമെന്റുകൾ ബോക്സിൽ തന്നിരിക്കുന്നു. ഇതിൽ മോസ്റ്റ് റിയാക്റ്റീവ് ആരാണ്? ഏറ്റവും പ്രവർത്തിക്കാൻ കഴിവ് കൂടി നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് നോക്കിയാൽ മതി. അതിൽ ഈ ടേബിളിലുള്ള എലമെന്റ് ഏറ്റവും കൂടിയത് സോഡിയമാണ്. അതുപോലെ ചൂടുവെള്ളവുമായി വേഗത്തിൽ പ്രവർത്തിക്കുക എന്നാൽ തണുത്ത വെള്ളവുമായി സാവധാനം പ്രവർത്തിക്കുകയും ചെയ്യുന്ന എലമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് മഗ്നീഷ്യം ആണ്. അതുപോലെ തന്നെ സറൗണ്ടിങ് മീഡിയംസ്, ചുറ്റുപാടുമുള്ള ഒന്നുമായും പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ കഴിയാത്തത് ഗോൾഡിനാണ്. അതുപോലെ ആസിഡും വാട്ടറുമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് കുറവുള്ളത് ഹൈഡ്രജന് ഇപ്പുറത്ത് നിൽക്കുന്ന എലമെന്റ്, അതായത് AU, AG, CU എന്നിവയാണ്. ഇവിടെ AG ഇല്ലാത്തതിനാൽ CU, AUമാണ് ആൻസർ എന്ന് പറയുന്നത്. സോഡിയത്തിന്റെ തിളക്കം നഷ്ടപ്പെടാനുള്ള കാരണമാണ് അടുത്ത 2 സമവാക്യങ്ങൾ നൽകിയിരിക്കുന്നത്. സോഡിയം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന ഇക്വേഷനും സോഡിയം വാട്ടറുമായി പ്രവർത്തിക്കുന്ന ഇക്വേഷനും ശ്രദ്ധിക്കുക. അതുപോലെ മഗ്നീഷ്യത്തിന്റെയൊക്കെ തിളക്കം മങ്ങാനും അലൂമിനിയത്തിന് തിളക്കം മങ്ങാനും കാരണമായിട്ടുള്ള പ്രവർത്തനമൊക്കെ ചോദിക്കാം, ഇക്വേഷൻ ചോദിക്കാം. അപ്പൊ മഗ്നീഷ്യം ആയാലും അലൂമിനിയം ആയാലും ഓക്സിജനുമായി പ്രവർത്തിച്ച് മഗ്നീഷ്യം ഓക്സൈഡായും അതുപോലെ തന്നെ അലൂമിനിയം ഓക്സൈഡായി മാറുന്നതുമൊക്കെ അവിടെ തിളക്കം മങ്ങാനുള്ള കാരണമായിട്ട് എഴുതാം. 26ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പദാർത്ഥം എന്ന് പറയുന്നത് മെഥനോൾ ആണ്. അപ്പോൾ എയുടെ ആൻസർ മെഥനോൾ. ആ എ താഴെ കൊടുക്കുമ്പോൾ മെഥനോൾ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന പദാർത്ഥം എന്ന് പറയുന്നത് എഥനോയിക് ആസിഡ് ആണ്. അപ്പോൾ ബി എഥനോയിക് ആസിഡ്. ബി ഒരു ആസിഡും എ ഒരു ആൽക്കഹോളും ആയതിനാൽ ആസിഡും ആൽക്കഹോളോടും തമ്മിൽ പ്രവർത്തിച്ചാൽ, അതായത് കാർബോസിലിക് ആസിഡും ആൽക്കഹോളും തമ്മിൽ പ്രവർത്തിച്ചാൽ എസ്റ്റർ ഉണ്ടാകും. അപ്പോൾ സി അവിടെ ഒരു എസ്റ്റർ ആണ്. ഡി എസ്റ്ററിനോടൊപ്പം ഉണ്ടാകുന്ന പദാർത്ഥം എന്ന് പറയുന്നത് H2O ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഡബിൾ ബോണ്ട് ഹൈഡ്രോ കാർബൺ ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്യുന്നു. ഡബിൾ ബോണ്ട് ഹൈഡ്രോ കാർബൺ ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്താൽ അത് അഡിഷൻ റിയാക്ഷൻ ആണ്. അപ്പുറത്ത് ചെല്ലുമ്പം അത് സിംഗിൾ ബോണ്ടായിട്ട് മാറും. ആ കിട്ടിയ ആൻസർ ആണ് എ.
അത് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു. ഓക്സിജനുമായി റിയാക്ട് ചെയ്താൽ നടക്കുന്ന പ്രവർത്തനം കമ്പക്ഷൻ ആണ്, ജ്വലനമാണ്. ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് H2O-യും CO2-യും ആയിരിക്കും. അടുത്തത് സിംഗിൾ അവിടെ ഉണ്ടായ ഹൈഡ്രോകാർബൺ, സിംഗിൾ ബോണ്ട് ഹൈഡ്രോകാർബൺ അവിടെ ഹീറ്റുമായി പ്രവർത്തിച്ച് അതിന് ഡീകമ്പോസിഷൻ സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രവർത്തനം തെർമൽ ക്രാക്കിംഗ് ആണ്, താപീയ വിഘടനമാണ്. അവിടെ ഒരു സിംഗിൾ ബോണ്ടും ഒരു ഡബിൾ ബോണ്ടുമായിട്ടാണ് മാറുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ സ്ഥിരമായ സ്ഥലത്ത് പരീക്ഷയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 4 മാർക്കിനായിട്ട്. അയണിന്റെ പ്രൊഡക്ഷനിലെ 4 ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ഉണ്ടാകുന്ന ഇക്വേഷൻ, സ്ലാഗ് ഉണ്ടാകുന്ന ഇക്വേഷൻ, റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, ഫ്ലെക്സ് ആരാണ്, ഗാങ് ആരാണ്, സ്ലാഗ് ആരാണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ് ഫോം ചെയ്യുന്നത്, അതുപോലെ റിഡക്ഷൻ ഇക്വേഷൻ, അതുപോലെ ഫ്ലെക്സ് ഫോം ചെയ്യുന്ന ഇക്വേഷൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളാണ് അതിനകത്ത് വരുന്നത്. അതെല്ലാം വിശദമായി തന്നെ നമ്മളെ ആൻസറിൽ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കും. 29ാമത്തെ ക്വസ്റ്റ്യൻ ലെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അതിൽ 2 ഇക്വേഷൻ തന്നിരിക്കുന്നു, A, B. ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഏതിലാണ് പ്രഷറിന് സ്വാധീനമില്ലാത്തത്, മർദ്ദത്തിന് സ്വാധീനമില്ലാത്തത്? ആൻസർ ഇക്വേഷൻ B ആണ്, കാരണം ഇവിടെ വോളിയം ഈക്വൽ ആണ്. അതുപോലെ അതിന് താഴെ വന്നിരിക്കുന്ന B, C, A, D ക്വസ്റ്റ്യൻ അത് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർവേഡ് റിയാക്ഷന് പുരോപ്രവർത്തനത്തിന് എന്ത് സംഭവിക്കുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ പശ്ചാത്പ്രവർത്തനത്തിന് എന്ത് സംഭവിക്കുന്നു, പ്രോഡക്റ്റിന്റെ എമൗണ്ടിന് എന്ത് സംഭവിക്കുന്നു. 3 രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ഫോർവേഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കുന്നു, പ്രോഡക്റ്റിന്റെ അളവിന് എന്ത് സംഭവിക്കുന്നു. ഏതാണോ ചോദിക്കുന്നത് അത് വ്യക്തമായി മനസ്സിലാക്കി ആൻസർ ചെയ്യുക. 30ാമത്തെ ക്വസ്റ്റ്യൻ എസ്റ്റർ ഉണ്ടാകുന്ന പ്രവർത്തനം, അതായത് എസ്റ്റർ തന്നിരിക്കുകയാണ്, എന്നിട്ട് അതിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതിന്റെ വിളിപ്പേർ എന്താണ്, എന്ത് പേരിൽ അറിയപ്പെടും? എസ്റ്റർ. ഈ പദാർത്ഥത്തിന്റെ പേര്, ആ എസ്റ്ററിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഈ എസ്റ്റർ ഉണ്ടാവാൻ കാരണക്കാരായ പദാർത്ഥങ്ങൾ ആരൊക്കെയാണ്? അവിടെ ഒരു ആസിഡും ആൽക്കഹോളുമാണ്. അത് ശ്രദ്ധിച്ച് ചെയ്യുക. അതായത് CO വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഇരുവശങ്ങളിലും H-നെയും OH-നെയും ആഡ് ചെയ്ത് ചെയ്യുക. D, ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. എസ്റ്ററിഫിക്കേഷൻ ആണ് ഇതിനെ വിളിക്കുന്ന പേര്. 31ാമത്തെ ക്വസ്റ്റ്യൻ 2ാം ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 4 സാമ്പിളുകൾ A, B, C, D എന്നിവ തന്നിരിക്കുന്നു. ഇവയുടെ മോളുകളുടെ എണ്ണം, നമ്പർ ഓഫ് മോളിക്യൂൾ തന്മാത്രകളുടെ എണ്ണം എന്നിവ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, ഇവയെ മോളുകളുടെ എണ്ണത്തിന്റെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ തന്മാത്രകളുടെ എണ്ണത്തിന്റെ ആരോഹണ ക്രമത്തിലോ എഴുതുക, അസെൻഡിങ് ഓർഡറിൽ എഴുതുക എന്ന മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് മോളിക്യൂൾ തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കുക, എന്നിട്ട് ചെറുതിൽ നിന്ന് വലുതിലോട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ CABD എന്നീ ഓർഡറിൽ എഴുതുക. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 32ാമത്തെ ക്വസ്റ്റ്യൻ ഐസോമറിസത്തിന്റെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. 5 ചെയിനുകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഐസോമർ ജോഡി കണ്ടുപിടിക്കാനാണ്. അത് ഏത് ഐസോമർ ആണെന്ന് എഴുതുവാനുമാണ്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഐസോമറിസം ചെയ്യുവാൻ മോളിക്കുലാർ ഫോമിലെ തന്മാത്രാവാക്യം ഒന്ന് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യുക. പേരുകൾ വ്യത്യസ്തമാണോ എന്ന് ചെക്ക് ചെയ്യുക. തന്മാത്രാവാക്യം എല്ലാത്തിന്റെയും കണ്ടുപിടിക്കുക. ഒരേ തന്മാത്രാവാക്യം വരുന്നവ ഐസോമറുകളാകാം. അത് ഒരേ തന്മാത്രാവാക്യം വരുന്നവ എടുക്കുക. അവയുടെ പേരുകൾ ഒന്ന് തന്നെ ആകാൻ പാടില്ല. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപോലെ വരാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക. ഇനി ഇതിനകത്ത് ഏത് ഐസോമറിസം ആണെന്ന് അറിയാൻ, രണ്ടിലും വേറെ വേറെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ഫങ്ഷണൽ ഐസോമറിസവും, ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് സ്ഥാനം മാറിയാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് പൊസിഷൻ ഐസോമറിസവും ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 33ാമത്തെ ക്വസ്റ്റ്യൻ വാതകങ്ങളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളാണ്. വാതകങ്ങളിലെ തന്മാത്രകൾ എപ്പോഴും ലൂസ്ലി പാക്ഡ് ആയിരിക്കും, വളരെ അകന്നായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അകന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ആകർഷണം കുറവായിരിക്കും. ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പം ഹൈ എനർജി ഉണ്ടായിരിക്കും. ഡിസ്റ്റൻസ് കൂടുമ്പം ഹൈ എനർജി, അതായത് അവിടെ മൂവ് ചെയ്യാനുള്ള എനർജിയാണ്. ഡിസ്റ്റൻസ് കൂടുന്തോറും മൂവ് ചെയ്യാനുള്ള സ്ഥലം കൂടുന്നതിനാൽ എനർജി കൂടുതലായിരിക്കും. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോയുടെ എക്സാമ്പിൾസ്, അതായത് വെയിലത്ത് വെച്ച ബലൂൺ പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ വെയിലത്ത് വാഹനങ്ങളുടെ ടയർ വേഗത്തിൽ പൊട്ടുന്നു, അപ്പോൾ ടെമ്പറേച്ചർ ആണ് കൂടുന്നത്, ചാൾസ് ലോ ആണ്. ബിയും ടിയും കൂടുന്നുണ്ട്, ഒരുപോലെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിനടിയിലിരിക്കുന്ന ബലൂണിന്റെ വലിപ്പം ചെറുതും മുകളിലോട്ട് വരുമ്പോൾ വലുതാകുന്നു, അല്ലെങ്കിൽ ബബിൾസിന്റെ വലിപ്പം താഴെത്തട്ടിൽ ചെറുതും മുകളിലോട്ട് വരുമ്പോൾ വലുതാകുന്നു. ഇതൊക്കെ ബോയിൽസ് ലോ ആണ്. കാരണം അവിടെ വിയും പിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ബലൂൺ ഊതിവീർപ്പിക്കുന്നു, വാഹനങ്ങളുടെ ടയറിൽ കാറ്റ് നിറയ്ക്കുന്നു, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചോദിക്കുമ്പം
അവിടെ കാറ്റ് നിറയ്ക്കും തോറും അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുവാണ്, അതിനനുസരിച്ച് വോളിയം കൂടുവാണ്. അത് അവഗാഡ്രോ ലോ ആണ് അതിന്റെ കാരണം. 34ാമത്തെ ക്വസ്റ്റ്യൻ ഏത് തരം രാസപ്രവർത്തനമാണ് എന്നുള്ളതാണ്. ആദ്യത്തെ പ്രൊപ്പൈൻ സിംഗിൾ ബോണ്ട് ആണ്, അപ്പുറത്ത് വരുമ്പോൾ ഒരു ഈനും ഒരു എയിനുമായി മാറുന്നു. അപ്പൊ ഒരു എയിനും ഈനുമായിട്ട് മാറണമെങ്കിൽ രണ്ട് പദാർത്ഥങ്ങളായി മാറണമെങ്കിൽ ഡീകമ്പോസിഷൻ നടക്കണം, വിഘടനം നടക്കണം. അപ്പോൾ തെർമൽ ക്രാക്കിംഗ് താപീയ വിഘടനമാണ്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യനിൽ ഈന് എയിനായി മാറുന്നു, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറി, അപ്പോൾ അത് അഡിഷൻ റിയാക്ഷൻ ആണ്. മൂന്നാമത്തത് പ്രൊപ്പൈന് അപ്പുറത്ത് വന്നപ്പോൾ ഒരു ബ്രോമോ വന്നു, അപ്പൊ പുതിയൊരാൾ മാറി വന്നു, അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്, ആദേശ രാസപ്രവർത്തനമാണ്. അടുത്തത് പ്രൊപ്പീൻ അപ്പുറത്ത് വന്നപ്പോൾ പോളിപ്രൊപ്പീനായി, പോളി ആയതിനാൽ അത് പോളിമറൈസേഷൻ ആണ് അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ Fe2 പ്ലസ് Fe3 പ്ലസ് എന്നിവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശ്രദ്ധിക്കുക. അതുപോലെ Feയുമായി കമ്പൈൻ ചെയ്യുന്ന കോമ്പൗണ്ടിന്റെ വാലൻസി ടേബിളും ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം Fe2 പ്ലസ് അയോണിന്റെ പേര് ഫെറസും Fe3 പ്ലസ് അയോണിന്റെ പേര് ഫെറിക്കുമാണ്. Feയുടെ സ്ഥാനത്ത് Cu വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുക. Cu പ്ലസ് ആണെങ്കിൽ കുപ്രസും Cu2 പ്ലസ് ആണെങ്കിൽ കുപ്രിക്കുമാണ്. അതുപോലെ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആ ടേബിളും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൃത്യമായി പഠിക്കുക. രണ്ടിലൊന്ന് ഉറപ്പായിട്ടും SLC എക്സാമിന് ചോദിക്കുന്നതാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ സ്ഥിരമായ SLC എക്സാമിന് ഇതുപോലത്തെ ചെയിൻ തരും. എന്നിട്ട് ഇവിടെ ഏറ്റവും വലിയ ചെയിനിലെ കാർബണുകളുടെ എണ്ണം ചോദിക്കാം. അതുപോലെ ബ്രാഞ്ചിന്റെ പേര്, ബ്രാഞ്ചിന്റെ സ്ഥാന നമ്പർ, വേഡ് റൂട്ട്, അതുപോലെ സഫിക്സ്. മലയാളം മീഡിയം വരുമ്പോൾ അവിടെ പദമൂലവും പിൻപ്രത്യയവും ആണ് വരുന്നത്. ശ്രദ്ധിച്ചു പഠിക്കുക. ആൻസറുകൾ കൃത്യമായി തന്നിട്ടുണ്ട്, വ്യക്തമായി മനസ്സിലാക്കുക. 37ാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യനുകളുണ്ട്, രണ്ട് ഫ്ലോ ചാർട്ടുകൾ. ഒന്ന് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണത്തിന്റെ ഫ്ലോ ചാർട്ടാണ്, രണ്ടാമത്തത് അലൂമിനിയത്തിന്റെ നിർമ്മാണത്തിന്റെ ഫ്ലോ ചാർട്ടാണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സ്ഥിരമായി SLC എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതിൽ ആ ചുമന്ന കളറിൽ വരച്ചിരിക്കുന്ന ഭാഗത്ത് ഡാഷ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് വ്യക്തമായി മനസ്സിലാക്കുക. ചുവന്ന കളറിൽ എഴുതിയിരിക്കുന്നതും ചുവന്ന ബോക്സ് വന്നിരിക്കുന്നതും കൃത്യമായി മനസ്സിലാക്കുക. അവിടെ ഡാഷ് വരാൻ സാധ്യത കൂടുതലാണ്. രണ്ടും വ്യക്തമായി പഠിക്കുക. ഒന്ന് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണമാണ്, ഒന്ന് അലൂമിനിയത്തിന്റെ നിർമ്മാണമാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സിലിണ്ടറിൽ 44.8 ലിറ്റർ NH3 ഉണ്ട്. ടെമ്പറേച്ചറിനോ പ്രഷറിനോ ഒന്നും മാറ്റം വരുത്താതെ ഇതിനെ ഗ്രാമിലേക്ക് മാറ്റിയാൽ സിലിണ്ടറിന്റെ മാസ് എത്രയായിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഗ്രാം തന്നിട്ട് ലിറ്റർ ആക്കാനും ലിറ്റർ തന്ന് ഗ്രാം ആക്കുവാനും ഉള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഗ്രാം ആണെങ്കിൽ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മോൾ ഇൻറ്റു GMM ആണ്. ലിറ്റർ ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് മോൾ ഇൻറ്റു 22.4 വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്, വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ ഏത് കാൽക്കുലേഷൻ വന്നാലും നമുക്ക് ചെയ്യാൻ അറിയില്ല എങ്കിൽ മോള് കണ്ടുപിടിക്കുക. മോളിൽ നിന്ന് ബാക്കി എല്ലാം കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ നമ്മളെ സഹായിക്കും. പിന്നീട് ഇവിടെ നോക്കേണ്ടത് 44 ലിറ്റർ NH3 ആണ്. അപ്പൊ ലിറ്ററിലാണെങ്കിൽ മോള് കണ്ടുപിടിക്കാൻ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ മോള് കിട്ടും, 2 മോൾ എന്നാണ് കിട്ടുന്നത്. മാസ് കണ്ടുപിടിക്കാൻ മോളിനെ GMM കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, അപ്പോൾ മാസ് കിട്ടും. സിലിണ്ടറിൽ എടുത്തിരിക്കുന്ന NH3ക്ക് പകരം CO2 ആണെങ്കിൽ മാസ് എത്ര എന്നൊരു ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും മോള് കണ്ടുപിടിക്കേണ്ടതായ ആവശ്യമില്ല, കാരണം സിലിണ്ടറിലെ NH3 ലിറ്ററിലാണ്, അപ്പോൾ CO2 ലിറ്ററിൽ തന്നെയാണ്. ലിറ്ററിൽ മോള് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ നേരത്തെ അതേ മോള് തന്നെ 2 മോള് തന്നെ കിട്ടും. അപ്പൊ മാസ് കണ്ടുപിടിക്കാൻ മോളിനെ GMM കൊണ്ട് ഗുണിക്കുകയാണ് ഇക്വേഷൻ. നേരത്തെ 2 മോളിനെ നമ്മൾ NH3 GMM ആയ 17 കൊണ്ടാണ് ഗുണിച്ചതെങ്കിൽ ഇവിടെ CO2 ആയതിനാൽ CO2വിന്റെ GMM ആയ 44 കൊണ്ടാണ് ഗുണിക്കേണ്ടതെന്ന് മാത്രമാണ് ഇവിടുത്തെ വ്യത്യാസം. ഇത് മനസ്സിലാക്കി പഠിക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. 39ാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം ശ്രദ്ധിക്കുക. ഇതിലെ ഈ എക്സ്പെരിമെന്റിനെ വിളിക്കുന്ന പേര് ചോദിക്കാം. ഫൗണ്ടെയിൻ എക്സ്പെരിമെന്റ് എന്ന പേരിൽ, ഫൗണ്ടെയിൻ പരീക്ഷണം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. രണ്ടാമതായിട്ട് ചോദിക്കുന്ന ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ആ ഗ്ലാസിനകത്തേക്ക് ഇരച്ചു വരുന്ന ആ ജലധാരയുടെ നിറം എന്താണെന്ന് ചോദിക്കാം. അവിടുത്തെ കളർ എന്താണെന്ന് ചോദിക്കാം. അത് പിങ്ക് കളറാണ് ഫോം ചെയ്യുന്നത്. ഇത് അമോണിയയുടെ ഏത് സ്വഭാവത്തെ കാണിക്കുന്നു എന്ന് ചോദിക്കാം. ബേസിക് നേച്ചർ, ബേസിക സ്വഭാവത്തെ ആണ് കാണിക്കുന്നതെന്ന് നമുക്ക് പറയാം. പിന്നീട് ഇവിടെ ബേസിക സ്വഭാവം തെളിയിക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത പദാർത്ഥം ഏതാണെന്ന് ചോദിക്കാം. ഫിനോപ്തലിൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ സൂചകമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അമോണിയയുടെ ഏത് സ്വഭാവത്തെയാണ് കാണിക്കുന്നത്? ബേസിക സ്വഭാവത്തെ. അതിന്റെ ഇക്വേഷൻ NH3 + H2O gives
NH4OH ആണ് ഇവിടുത്തെ പ്രവർത്തന സമവാക്യം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ചിത്രവുമായി ബന്ധപ്പെടുത്തി കൃത്യമായി പഠിക്കുക, ചോദിക്കുന്നതാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, NaClന്റെ H2SO4 പ്രവർത്തന ഇക്വേഷനും KNO3യുടെ H2SO4 പ്രവർത്തന ഇക്വേഷൻ, അങ്ങനെ രണ്ട് ഇക്വേഷനുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ലവണങ്ങളുടെ സോൾട്ടുകളുടെ ആസിഡുമായുള്ള പ്രവർത്തനം വിശദീകരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. NaCl H2SO4 പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു ക്ലോറൈഡ് ലവണം H2SO4 പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി HCl-ഉം KNO3 എന്ന് പറയുന്ന നൈട്രേറ്റിന്റെ ഒരു ലവണം H2SO4 പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ HNO3 നൈട്രിക് ആസിഡും ഉണ്ടാകുന്നു. ഈ രണ്ട് ഇക്വേഷനുകൾ ശ്രദ്ധിക്കുക. ഈ ഇക്വേഷനിൽ ഡാഷ് ഇട്ടേക്കുന്നത് പോലെ ഇത് ഫില്ല് ചെയ്യാൻ ചോദിക്കാൻ അവിടെ, അതുപോലെ ആ H2SO4 അവിടെയും ഡാഷ് വരാം. ഇത് ലവണങ്ങളുടെ, അതായത് സോൾട്ടുകളുടെ ആസിഡുമായിട്ടുള്ള പ്രവർത്തനത്തിന് എക്സാമ്പിൾ ആണ്.